തൃക്കരിപ്പൂരിൽ ലീഗിന്റെ ഉറപ്പിൽ മത്സരിക്കാനിറങ്ങിയ ആ മതേതര വാര്യരെക്കുറിച്ച് ആ നാട്ടിലെ ജനങ്ങളെ ചിലത് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. എന്തിനു ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സംഘി ഇനി എത്ര കുളിപ്പിച്ചെടുത്താലും മാനസികമായിട്ട് മതേതരനാകില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നലകളിൽ സംഘപരിവാർ സീറ്റ് കൊടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ചാടി കോൺഗ്രസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ ഒരിക്കലും സംഘപരിവാർ മനഃശുദ്ധി വേണ്ട എന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും മുൻ KPCC പ്രസിഡന്റും കണ്ണൂർ MP കൂടിയായിട്ടുള്ള K സുധാകരൻ സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ സീറ്റ് കിട്ടാത്തൊരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ തന്നെ പരിഗണിക്കാത്ത അവസ്ഥ വന്നാൽ, ഉറപ്പായും വാര്യർക്ക് സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഒരു മടിയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് അധിക വർഷമൊന്നും ആയിട്ടില്ല, ഇപ്പോൾ അദ്ദേഹത്തിന് കാസർഗോഡ് തൃക്കരിപ്പൂര് കുറച്ച് ലീഗിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ലീഗിനെ പ്രതീക്ഷിച്ച് മത്സരിക്കാൻ പോകുമ്പോൾ ആ നാട്ടിലെ ലീഗുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഇയാൾ ലീഗിനെ കുറിച്ച് പറഞ്ഞു നടന്നതെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കേമത്വം എന്ന് പറയേണ്ട, സ്വന്തം പേരിൽ പോലും മതം ചേർത്തുകൊണ്ട് ഈ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാക്കാൻ നടക്കുന്ന വർഗീയവാദികളാണ് നിങ്ങൾ. നിങ്ങൾ കപട മതേതരവാദികളാണ്, നിങ്ങൾ വർഗീയവാദികളാണ്. ഒന്നാം നമ്പർ. നിങ്ങൾ പാകിസ്ഥാൻ വാദം പറഞ്ഞ് ഇവിടെ പാകിസ്ഥാൻ ഉണ്ടാക്കിയ അതേ പാർട്ടിയുടെ ബാക്കിയുള്ള ആളുകൾ തന്നെയാണ്. ഒരു സംശയമില്ല. നിങ്ങൾ കേരളത്തിലടക്കം പാകിസ്ഥാന് വേണ്ടി നടന്ന ആളുകളാണ്. നിങ്ങൾ നെഹ്റു നിങ്ങളെ ചത്ത പ്രതിന എന്നാ വിളിച്ചത്. നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ കയ്യിലിട്ട് നെഹ്റുവിനെ പോലും അറിയാമായിരുന്നു. നിങ്ങളുടെ കയ്യിലിട്ട് നെഹ്റുവിനെ പോലും അറിയാമായിരുന്നു. പാണക്കാട് തങ്ങളെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം ലീഗിനെ എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ എത്തിച്ച് കിട്ടിയാൽ മതി. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ സംഘപരിവാർ വളർന്നാലെന്ത്, അല്ലെങ്കിൽ സംഘപരിവാർ രാജ്യം ഭരിച്ചാലെന്ത്, നമുക്കെല്ലാം ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾ അവരുമായിട്ടൊക്കെ സമരസപ്പെട്ട് പോകാനുള്ള മനോഭാവമുണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് അതിനേക്കാൾ അപ്പുറം അധികാര കസേരകളാണ്. ഇതിനു വേണ്ടി തൃക്കരിപ്പൂർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു 9-on-6 സംഘി മനസ്സുകാരനെ ഇപ്പോഴും അതിൽ നിന്ന് മുക്തനായിട്ടില്ല. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ അതിനി ഒരു 5-6 ജന്മം ജനിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാര്യം ഒരു സംഘിയെ സംബന്ധിക്കുന്നിടത്തോളം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അയാളെ നവീകരിക്കാൻ വേണ്ട ഒരു മതേതര ഇടപെടലുകളും ഉണ്ടാകാറില്ല. കോൺഗ്രസിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഒഴുകിപ്പോയത് BJPയിലേക്കാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനമുള്ള കോൺഗ്രസ്സുകാരുടെ മനസ്സെന്താണോ അത് തന്നെയാണ് കേരളത്തിലുള്ളതും. ഏറ്റവും ഒടുവിൽ K സുധാകരൻ എന്ന കോൺഗ്രസിന്റെ വലിയ നേതാവിന്റെ മനസ്സിലും ഇപ്പോഴും BJP സ്നേഹമാണുള്ളത്. അവിടെ നിന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ BJP ആശയം ഒരിക്കലും ഒഴിവാക്കി വരണമെന്ന് കോൺഗ്രസ്സുകാർ പറയില്ല. പക്ഷേ നിങ്ങൾ ഇടതുപക്ഷ വിരോധിയായാൽ മാത്രം മതി. അത് കോൺഗ്രസിനകത്തൊരു വലിയ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി മാത്രമാണ് വാര്യർക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കിലോ പ്രവൃത്തിയിലോ ചിലയിടങ്ങളിലൊക്കെ ചില ഡയലോഗുകൾ വെച്ച് കാച്ചുന്നു എന്നതിനപ്പുറം ഒരിടത്തും സംഘപരിവാർ മനസ്സ് വിട്ടൊഴിഞ്ഞു പോയി എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന വ്യക്തിയെയോ RSS എന്ന സംഘടനയെയോ അദ്ദേഹം തുറന്ന് എതിർത്തിട്ടുമില്ല. പിന്നീട് അദ്ദേഹം എതിർക്കുന്ന ഒരൊറ്റ വിഭാഗക്കാരേ ഉള്ളൂ, BJPയിലെ കുറെ നേതാക്കന്മാർ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വരുമ്പോൾ ഒരു സംഘി മനസ്സുള്ള വ്യക്തി കോൺഗ്രസിലെത്തിയാൽ ഒരിക്കലും സംഘി മനസ്സ് നശിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞോളാം. അതുകൊണ്ടാണ് ലീഗിനെ കുറിച്ച് അദ്ദേഹം പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞതിനെ എത്ര പെട്ടെന്നാണ് അവർ മറന്നത്. എങ്ങനെയും അധികാര കസേരയിലേക്ക് നടന്നെടുക്കുമ്പോൾ ലീഗ് നാളെ ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, നമ്മൾ ഇതോടുകൂടി കഴിഞ്ഞു പോകുമല്ലോ, അതോടുകൂടി ഇവിടെ പ്രളയം വന്നാലും നമ്മുടെ പ്രശ്നമല്ല എന്നുള്ള മനോഭാവങ്ങളാണ് വാര്യരെയൊക്കെ കൊണ്ടുവന്ന് ലീഗിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ കസേരയിട്ട് ഇരുത്താൻ പരിശ്രമിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്.